ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് റിലേഷൻഷിപ്പില് പുരുഷന്മാര് ചിലപ്പോ എക്ദം കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ കളിച്ചും ചിരിച്ചുമൊക്കെ സീരിയസ്നെസിന്റെ ഒരു തരി പോലുമില്ലാതെ. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇതിന്റെ പിന്നിലെ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പാർട്ട്ണർ ചില സമയത്തെങ്കിലും ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണോ പെരുമാറാറ്? ശരിക്കൊന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. ഹേയ്, ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഇതൊരു മോശം കാര്യമല്ല. നേരെ മറിച്ച് നിങ്ങൾ ആ ബന്ധത്തിൽ എന്തോ ഒരു കാര്യം വളരെ ശരിയായി ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ്. അതെന്താ അങ്ങനെയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? വാ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഈ പെരുമാറ്റം ശരിക്കും പറഞ്ഞാൽ വളരെ ആഴത്തിലുള്ളൊരു വിശ്വാസത്തിന്റെ അടയാളമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്ന പോലെ ഇത് പക്വതയില്ലായ്മ കൊണ്ടൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിലെ സൈക്കോളജി കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഈ തമാശയും കളിയുമൊക്കെ നിറഞ്ഞൊരു വശമുണ്ടല്ലോ, ഇതെല്ലാവരുടെയും മുന്നിലും പുറത്തെടുക്കുന്ന ഒന്നല്ല. നമ്മൾ സാധാരണ കരുതുന്ന പോലെ ഇതൊരിക്കലും പക്വതയില്ലാത്തതിന്റെ ലക്ഷണമല്ല. നേരെ മറിച്ച് അയാൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ട്രസ്റ്റ്, ആ വിശ്വാസം, അതിന്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണിത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പുരുഷൻ എപ്പോഴാണ് തന്റെ ഈ കുട്ടിത്തം പുറത്തെടുക്കുന്നതെന്നറിയോ? ഒന്ന്, നിങ്ങൾ അവനെ കളിയാക്കില്ല, ജഡ്ജ് ചെയ്യില്ല എന്നയാൾക്ക് 100% ഉറപ്പുള്ളപ്പോൾ. രണ്ട്, അവന്റെ ഈ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾ പിന്നീട് അവനെതിരെ ഉപയോഗിക്കില്ല എന്ന വിശ്വാസം വരുമ്പോൾ. പിന്നെ എല്ലാത്തിനും മുകളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ അയാൾക്ക് കംപ്ലീറ്റ് സേഫ് ഫീൽ ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. അപ്പോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഒരു പുരുഷൻ പുറം ലോകത്ത് കാണിക്കുന്ന മുഖവും അവന്റെ യഥാർത്ഥ മുഖവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സമൂഹം അണിയിക്കുന്ന ആ ഒരു മുഖംമൂടി അഴിച്ചുവെക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇതൊന്ന് നോക്കിക്കേ. ഒരു വശത്ത് സമൂഹം ഒരു പുരുഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാത്? അവനൊരു പ്രൊവൈഡറായിരിക്കണം, പ്രൊട്ടക്ടറായിരിക്കണം, എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, അല്ലേ? എന്നാൽ മറുവശത്ത് അവന്റെ യഥാർത്ഥ സ്വത്വം, ആ ഒത്തന്റിക് സെൽഫ് എന്താണ്? കളിയും ചിരിയും ഇഷ്ടപ്പെടുന്ന, തമാശ പറയുന്ന, കുറച്ച് സോഫ്റ്റായ ഒരാൾ. ഈ രണ്ടാമത്തെ ആളെയാണ് അയാൾക്ക് ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന നിങ്ങളുടെ മുന്നിൽ മാത്രം അയാൾ കാണിക്കുന്നത്. അതായത് ആ കളിയും ചിരിയും നിറഞ്ഞ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ രൂപം ഒരു അഭിനയമല്ല. അതാണ് യഥാർത്ഥത്തിലെ അയാൾ. ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ആ ഗൗരവമുണ്ടല്ലോ, അതായിരിക്കും ശരിക്കുള്ള അഭിനയം. അപ്പോ എന്തുകൊണ്ടാണ് ഈ സുരക്ഷിതത്വത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? വെറുതെയല്ല, അതിനു വളരെ ഡീപ്പായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. അത് മുറിവുകൾ ഉണക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ കുട്ടിയെപ്പോലെ പെരുമാറുകയല്ല, അവൻ തന്റെ കുട്ടിക്കാലത്തെ മുറിവുകൾ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരേ ഒരു സ്ഥലത്ത് വെച്ച് ഉണക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷേ കുട്ടിക്കാലത്ത് അയാൾക്ക് കിട്ടാതെ പോയ, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയ സന്തോഷവും കളിയും ചിരിയുമൊക്കെ, അതെല്ലാം നിങ്ങളോടൊപ്പം ആ സേഫ് സ്പേസ് കണ്ടെത്തുമ്പോൾ അയാൾ വീണ്ടെടുക്കുകയാണ്. ആ ബന്ധം അവന് മുറിവുണക്കാനുള്ള ഒരു ഇടമായി മാറുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ശക്തി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറുകയാണല്ലേ? ഒരു റിലേഷൻഷിപ്പിലെ യഥാർത്ഥ പൗരുഷമെന്ന് പറയുന്നത് എപ്പോഴും ഗൗരവം പിടിച്ചിരിക്കുന്നതിലല്ല, മറിച്ച് മറ്റെന്തിലോ ആണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ എല്ലാം കാതലായ ഭാഗം. യഥാർത്ഥ പുരുഷന്മാർക്ക് തന്റെ ശരിക്കും മനസ്സിലാക്കുന്ന ശരിയായ ഒരു സ്ത്രീയുടെ മുന്നിൽ അവരുടെ സ്ട്രെങ്ത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ ദുർബലമായ വശം തുറന്നു കാണിക്കാൻ ഒരു മടിയുണ്ടാവില്ല. കാരണം അത് ബലഹീനതയല്ല, അത് ആത്മവിശ്വാസത്തിന്റെയും ആ ബന്ധത്തിൽ അയാൾ എത്രത്തോളം സുരക്ഷിതനാണ് എന്നതിന്റെയും ഏറ്റവും വലിയ തെളിവാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ എന്താ? നിങ്ങളുടെ പാർട്ട്ണർ അയാളുടെ ആ ഒരു ദുർബലമായ കളിയും ചിരിയുമൊക്കെയുള്ള വശം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റാണ്. നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിന്റെ അടയാളം. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഈ പറയുന്ന വൾണറബിലിറ്റിക്ക്, അതായത് ഇങ്ങനെ തുറന്നു പെരുമാറാൻ എത്രത്തോളം സ്പേസ് ഉണ്ട്? ഇതിനെപ്പറ്റിയൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.